പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്ന് വന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇന്ന് മരിയോളജിയെ പറ്റി അല്ലെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം മറിയാമിൽ കൂടി നടന്നതിനെ സംബന്ധിച്ച് ഉള്ള ചില കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ശ്രദ്ധിച്ചു. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നലെ ശനിയാഴ്ചയാണ്. ആ വീഡിയോ ഇട്ടിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. രണ്ടാം ഭാഗമേ ഞാൻ കണ്ടുള്ളൂ, ആദ്യത്തെ ഭാഗം എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതിൽ ബ്രദർ സജിത്ത് ജോസഫും പാസ്റ്റർ വർഗീസും ശാമുവേലും തമ്മിലുള്ള വലിയ ഒരു സംവാദമാണ് ഇവിടെ കണ്ടത്. ചൂടേറിയ സംവാദമായിരുന്നു. ബ്രദർ സജിത്ത് ആദ്യം പെന്തക്കോസ്ത് സഭയിലായിരുന്നു, പിന്നീടാണ് അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേർന്നത്. പാസ്റ്റർ വർഗീസും ശാമുവേൽ പെന്തക്കോസ്ത് സഭയിലെ ഒരു പ്രബലനായ, ശക്തനായ, കരുത്തനായ ഒരു പ്രാസംഗികനാണ്. പലപ്പോഴും അദ്ദേഹം മറിയാം ദൈവമാതാവല്ല എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ശക്തമായൊരു സംവാദം നിലയാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി. ആ 1-2 വിഷയങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ ബ്രദർ സജിത്ത് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കന്യാമറിയാം എലിശുബായെ സന്ദർശിച്ചപ്പോൾ അല്ലെങ്കിൽ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിട്ടാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശുദ്ധ വേദ പുസ്തകത്തിൽ. പാരമ്പര്യമായിട്ടൊന്നും ഒരു വിശ്വസിക്കില്ലല്ലോ. സോള സ്ക്രിപ്ചറ അക്ഷരപ്രതി പരിപാലിക്കുന്ന ആളാണ് ബ്രദർ പാസ്റ്റർ. ഇപ്പോൾ പാരമ്പര്യ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു വിശേഷമില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് എലിസബത്ത് അത് പറഞ്ഞത്. അതിനെപ്പറ്റി പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. ബ്രദർ സജിത്ത് അത് സൂചിപ്പിച്ചു. പരിശുദ്ധാത്മാവിന് വിരോധമായി പാസ്റ്റർ സംസാരിക്കുക. പരിശുദ്ധാത്മാവ് ദൈവമാണോ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ലായിരിക്കാം, അതെനിക്കറിയില്ല. വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ഒന്നാമത്തേൽ ഈ പെന്തക്കോസ്തുകാർക്ക് ഞാൻ ആരും കുറ്റം പറയുന്നില്ല. ശരിയായ മാമോദീസ കിട്ടാത്തതുകൊണ്ട് അവരിൽ പരിശുദ്ധാത്മാവില്ല. പെന്തക്കോസ്ത് അനുഭവമുള്ള സഭ എന്നൊക്കെ പറയും. പെന്തക്കോസ്ത് അനുഭവത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അനേകര് മാനസാന്തരപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വ്യക്തമായിട്ട് അവിടെ ഉണ്ടായി. തീനാമ്പുകളുടെ സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ജനം കണ്ടു. വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നതായി കേട്ടവർക്ക് തോന്നി. അവരവരുടെ ഭാഷകളിൽ തോന്നി, അത്രേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ വേറെ കചടതമയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറഞ്ഞു, ദൈവമാതാവ് എന്ന് പറയാൻ പാടില്ല എന്ന് ആണ് അദ്ദേഹം ന്യായീകരിക്കുന്ന വാദം. യേശുവിൽ ദൈവത്തിന് നേരത്തെ ഉണ്ട്. യേശുവിൽ ദൈവത്തിന് നേരത്തെയില്ല, വചനമാണ്
മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത്, അവളുടെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഗർഭത്തിൽ ചെന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ഗബ്രിയേൽ മാലാഖ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ പിതാവിൻ്റെ വചനമാണ് ഗബ്രിയേൽ പറയുന്നത്. അതെരിക്കണം അങ്ങനെ. അത് ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും ബ്രദർ സജീത്ത് സൂചിപ്പിച്ചില്ല. അത് പാസ്റ്ററിൻ്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് മുഴുവൻ ആ 1 മുതൽ 28, 26 മുതൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടുന്ന, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് കൊള്ളുന്ന വേണ്ടത്. വചനം ദൈവത്വത്തോടു കൂടി തന്നെയാണ് മറിയാമിൽ പ്രവേശിച്ചത്. അതിനാർക്കും സംശയമില്ല. ആ ദൈവത്വത്തിൻ്റെ അമ്മ മറിയാമല്ല, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനത്തിലെ ദൈവത്വവും മറിയാമിലെ ശരീരവും രക്തവും, അല്ലെങ്കിൽ ആ മറിയാമിലെ മനുഷ്യത്വവും ഈ ദൈവത്വത്തോട് ഒന്നായിട്ട് ചേർന്നു, ഒരിക്കലും വേർപിരിയാത്ത വിധം ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ടു. ആ നിമിഷം മുതൽ, അവിടെ മുതലേ മറിയാം ദൈവമാതാവെന്ന് ഞങ്ങൾ പറയണുള്ളൂ. അതിനു മുമ്പ് ദൈവമാതാവെന്ന് ആരും പറയില്ല. ദൈവത്തിൻ്റെ അമ്മയെന്നും യേശുവിൻ്റെ അമ്മയെന്നും തിരിച്ചു പറയാൻ പറ്റുമോ? അത് ബ്രദറോട് പറയുന്നുണ്ട്. ഒരിക്കലും വേർപിരിയില്ല, ഇന്നും വേർപിരിഞ്ഞിട്ടില്ല. പിതാവ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് പുത്രൻ തമ്പുരാനിരുന്ന് മധ്യസ്ഥ യാചിക്കുമ്പോഴും ആ യേശുവിൽ, അല്ലെങ്കിൽ ആ കർത്താവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അതൊരിക്കലും വേർപിരിയുകയുമില്ല. അത് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദൈവത്വവും മനുഷ്യത്വവും വേർപിരിയാതെ ഒന്നായിരിക്കുന്ന ആ ദൈവ മനുഷ്യൻ, അതാണ് യേശുക്രിസ്തു. ഒരേ സമയത്ത് ദൈവവും ഒരേ സമയത്ത് മനുഷ്യനും. അവന് മാത്രമേ രക്ഷ നൽകാൻ പറ്റുള്ളൂ. ദൈവത്തോട് പെരുമാറാൻ ദൈവമായിരിക്കണം, മനുഷ്യരോട് പെരുമാറാൻ മനുഷ്യരുമായിരിക്കണം. ആ ദൈവ മനുഷ്യന് മാത്രമേ ലോകത്തിൻ്റെ രക്ഷ നൽകാൻ സാധിക്കൂ. യേശു മാത്രം മരിച്ചാലും രക്ഷയില്ല, ദൈവം മാത്രം മരിച്ചാലും രക്ഷയില്ല. മനസ്സിലാവണോ? പാസ്റ്റർക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പാസ്റ്റർ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കണം. പാസ്റ്റർ അച്ഛന്മാരെ കുറ്റം പറയാം. അപ്പോസ്തോലിക സഭയിൽ അച്ഛന്മാർ പറയണത് അങ്ങനെ വിശ്വാസികൾ സ്വീകരിക്കണം. പാസ്റ്റർ പറയുന്നത്, പാസ്റ്ററുടെ സഭ എന്ന് പറയുമ്പോൾ പാസ്റ്ററുടെ സംഘടനയിലും ആളുകൾ അത് തന്നെ വിശ്വസിക്കുന്നത്. പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാല്ലേ? അത് ഞാൻ പിന്നാലെ പറയാം. അപ്പം ഈ കാര്യം വ്യക്തമായി വിചാരിക്കുന്നു. പാസ്റ്റർക്ക് ഒരിക്കലും വേറിയാത്ത വിധം മനുഷ്യത്വവും ദൈവത്വവും സംയോജിച്ചിരിക്കുകയാണ് അവിടെ. ഈ വ്യക്തമായിട്ട് പറഞ്ഞാൽ മറിയാമിലൊരു ഭ്രൂണം ഉണ്ടായിരുന്നേ. ആ ഭ്രൂണത്തിൽ നിന്ന് ശരീരവും രക്തവും ഈ വജ്രഭാഗത്തെ ദൈവത്വത്തോട് കൂടി ചേർന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനാകുന്നത്. യേശു, അവന് യേശു എന്ന് പേരിടണം. യേശുവിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ അമ്മ തന്നെ വിളിക്കണം. യേശു എന്ന് പേരിടണമെന്ന മാലാഖ പറഞ്ഞ്. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ആദ്യം ദൈവത്വം ഉണ്ടായിരുന്നു, അതൊക്കെ സംബന്ധിക്കണം. ഇവിടെ സംയോജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, പിന്നെ തിരിക്കാൻ പറ്റില്ല. ആ ദൈവ മനുഷ്യനെയാണ് മറിയാം 9 മാസം തൻ്റെ ഗർഭപാത്രത്തിൽ വഹിച്ച് പ്രസവിച്ചത്. ദൈവ മനുഷ്യനെയാണ് പ്രസവിച്ചത്. ഇപ്പോഴും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ യാചിക്കുന്നത് മറിയാമിൻ്റെ ശരീരവും രക്തവും ദൈവത്വവും കൂടിയതാണ്. അപ്പം മറിയാമിൻ്റെ ക്രെഡിറ്റ് അതാ, എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. ദൈവത്വം ഇല്ലാന്നല്ല പറയണേ, ആ ക്രെഡിറ്റ് അവൾക്കുണ്ട്. അതുകൊണ്ട് ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ പോരാ, അവൾ ദൈവത്തിൻ്റെ അമ്മ എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാസം ലംഘിച്ചു. ഒന്ന് എലിസബത്ത് പറഞ്ഞത്, ഒന്നേ കാര്യം.
മൂന്നാമതൊരു കാര്യം, ആളുകളെ ചിരിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, വലിയ വീഡിയോ ഒക്കെ നീണ്ടുപോകും. മറിയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു പുച്ഛ സ്വരത്തിലാണ് അവൻ മറുപടി പറഞ്ഞത്. മറിയാം നോ പറഞ്ഞെങ്കിൽ ആകെ കുഴപ്പമായി പോയിരുന്നു. എന്ത് ചെയ്യും പിന്നെ? ആളായെന്ന് ദൈവത്തോട് പറയാം, മറിയാൻ സംബന്ധിച്ചില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. കാരണം ആളുകൾക്ക് ഈ പാസ്റ്റർ പറയണതല്ല അറിയാം. പാസ്റ്റർ ഒന്ന് ചിന്തിക്കണം. മറിയാമിനെ ആദ്യകാലം മുതൽ പിതാവ് തെരഞ്ഞെടുത്തതാണ്. അത് ബ്രദർ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല കതിക്കുമെന്ന് അരളി ചെയ്തപ്പോൾ തന്നെ അവന് പറ്റിയ ഒരു മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തു. അന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ എഫേസ്യൻ്റെ 1:4 പറയുന്നവരെ ലോക ആരംഭത്തിന് മുമ്പ് ദൈവം നമ്മെ എല്ലാവരും അവർ തിരഞ്ഞെടുത്തേക്കാണ്. അത് വേറെ കാര്യം. ഇസ്രായേലിലെ അനേകം സ്ത്രീകൾ നോമ്പ് കൊണ്ട് ഉപവസിച്ച് മശിഹായുടെ ജനനം എന്നിൽ കൂടി ആയിരിക്കണമേ, ആ മനുഷ്യാവതാരം എന്നിൽ കൂടി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. മറിയാമിനെ ആദ്യം തിരഞ്ഞെടുത്തത്, അത് ശരിയാണ്. പക്ഷെ മറിയാമിൽ അമലോത്ഭവമാണ് നടന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, യാക്കോബ സഭ വിശ്വസിക്കുന്നില്ല. മറിയാം ആ രീതിയിലായിട്ട് ദേവാലയത്തിൽ വളർന്നു വന്നത്. ദൈവം അവളെ ആദ്യം തിരഞ്ഞെടുത്തു എന്ന് അവൾക്കും അറിയാൻ പാടില്ലായിരുന്നു. അത് പാസ്റ്റർ പറഞ്ഞ് വളരെ ശരിയാണ്, അവൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. വന്ദന സ്വരം കേട്ടപ്പോൾ തന്നെ അവൾ ഭയപ്പെട്ടു. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നു പറയുമ്പോൾ അതിലും കൂടുതൽ ഭയപ്പാടായി. അവളുടെ നിഷ്കളങ്കതയിൽ പറഞ്ഞു, ഞാനൊരു പുത്രൻ അല്ല, ഞാനൊരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല, ഒരു പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കാനാ? അതൊരു നിസ്സാര കാര്യമായിട്ടാണോ പാസ്റ്റർ കാണുന്നത്? ഒരു കന്യകയായ പെണ്ണ്, കന്യക യുവതി എന്നും പറയും കേട്ടോ, അത് അങ്ങനെ പറയാം, യുവതി. യഹൂദന്മാരുടെ ഇടയിലും അങ്ങനെയുള്ള അർത്ഥത്തിൽ യുവതി എന്നും പ്രയോഗിക്കുന്നുണ്ട്. ഒരു കന്യകയായ യുവതി, കന്യക എന്ന് വെച്ചാൽ പുരുഷൻ തൊടാത്ത പെണ്ണെന്നല്ല അർത്ഥം പാസ്റ്റർ, അങ്ങനെയാണ്. അവള് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്, അവൾക്ക് നാളെ വീട്ടിലേക്ക് പുറത്തിറക്കി ഇറങ്ങി നടക്കണ്ടേ? കല്യാണം കഴിക്കാത്തൊരു പെണ്ണ് ഒരു ഗർഭവതി എന്ന് പറയുമ്പോൾ അവൾക്ക് വരാവുന്ന നാണക്കേട് കല്ലെറിഞ്ഞ് കൊല്ലണം പഴയ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച്. ഭാഷ അത് ഈസി ആയിട്ട് എടുക്കാം. അവൾ സമ്മതം മൂളിയതേ വളരെ ഈസി ആയിട്ട് എടുക്കാം. ചിരിച്ചവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടല്ലോ, അവർ ഈസി ആയിട്ട് എടുക്കാം. പിന്നെ ഇനി കുട്ടിയെ പ്രസവിച്ചാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരുണ്ടാകാൻ പോകുന്നത്. തച്ചൻ്റെ മാനെന്ന് ഒരിക്കലും പറഞ്ഞു. ശീമോൻ പോലും പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കൂന്ന് പറയും. കർത്താവിൻ്റെ മരണവും കഷ്ടാനുഭവമൊക്കെ ഓർത്ത് പറഞ്ഞാൽ മറിയാം ഓരോന്നും അവളുടെ ഉള്ളിൽ സംഗ്രഹിച്ചു, അവൾ ധ്യാനിച്ചു. അങ്ങനെ അവൾ ഓരോന്നും മനസ്സിലാക്കി വരാം. ആദ്യമൊന്നും എല്ലാം പിടികിട്ടിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസത്തിൽ അവൾ വളർന്നു വന്നത്, പ്രത്യേകിച്ച് ദൈവാലയത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മറ്റു പല സ്ത്രീകളും നോമ്പ് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പെട്ട മനുഷ്യ എന്നിൽ കൂടി ഇരിക്കണം. അവരുടെ അടുത്തൊന്നും മാലാഖ പോയില്ല. ദൈവം ആദ്യം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് മറിയാവൻ അറിയാനും വയ്യ. കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൾക്ക്. ഇതിൽ കൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റോ? ശരിക്കും മനസ്സിലാവുന്നത് കൃപ ലഭിച്ചവൾ ഒരു 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 ഭാഗം മാത്രമാണോ കൃപ കിട്ടിയത്? കയ്യിലോ കാലിനോ മനസ്സിനോ ഹൃദയത്തിനോ മാത്രമാണോ കൃപ കൊടുക്കേണ്ടത്? ദൈവം കൃപ കൊടുക്കുമ്പോൾ എല്ലാ ആത്മാവിനും ശരീരത്തിലും കൃപ കൊടുക്കണം. അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്നത് തെറ്റിട്ട് ക്ഷമിക്കാം.
ഇന്ന് കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നതിൽ തെറ്റില്ല. നന്മ നിറഞ്ഞ മറിയമെന്ന് യാക്കോബായ സഭ ചൊല്ലാറില്ല, ചൊല്ലൂല. കൃപ നിറഞ്ഞ മറിയമേ, ആ കൃപ കൊടുത്തപ്പോഴാണ് അവളെ ആദാമ്യഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും ശുദ്ധീകരിച്ച് യേശു കുഞ്ഞ് ജനിക്കുവാൻ തക്കൊണ്ടും അവളെ അർഹയാക്കി തീർത്തത്. അത് ഭാഷ മനസ്സിലാക്കണം, ഭാഷ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് അതിനെ തള്ളാൻ പറ്റൂല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടത്തക്ക മഹാഭാവനങ്ങളിൽ എതിരിക്കണം. യോസേപ്പ് പോലും സ്വപ്നത്തിൽ ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കാം. യോസേപ്പ് എന്നുള്ളവനായിരുന്നുള്ളൂ. അവനിൽ നിന്ന് തന്നെയാണ് കുട്ടിയുണ്ടായിക്കോട്ടെ, ജനം ധരിച്ചോട്ടെ, ആ പാവം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട, ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു പോയേക്കാം. അതിനിപ്പം പാസ്റ്റർ കാര്യം മനസ്സിലാക്കണം. പറഞ്ഞപ്പോൾ കല്യാണം നടന്നിട്ടുള്ളൂ, വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ കെട്ട് നടന്നിട്ടില്ല. കെട്ടെന്ന് ഇവിടെ പറയണ്ട, വിവാഹ കർമ്മം നടന്നിട്ടില്ല. താലികെട്ടൊക്കെ ഭാരതത്തിലില്ല. അതുകൊണ്ട് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഭാര്യയും ഭർത്താവും എന്നാണ് യഹൂദന്മാർ വിളിക്കുന്നത്. അത് വേദോസത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയായ മറിയവനെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണെന്ന് പറയുന്നു. അപ്പോഴാ യോസേപ്പിന് ധൈര്യം വന്നുള്ളൂ. അത് യോസേപ്പ് മാത്രമല്ലേ അറിയത്തുള്ളൂ, മറ്റുള്ളവർ അറിയണ്ടോ? ഇപ്പോൾ പാസ്റ്റർമാർ മനസ്സിലാക്കണം, ഒരു കാരണവശാലും മറിയാമിനെ യോസേപ്പ് തൊട്ടിട്ടില്ല. കല്യാണം കഴിയാത്തൊരു പെണ്ണാണ്, കല്യാണം കഴിയാത്തൊരു പുരുഷനാണ്. കാര്യം അവൻ്റെ രണ്ടാം വിവാഹമാണ്. അത് കാര്യം മറിയാം അതിന് വഴങ്ങിയില്ല. അങ്ങനൊരു പാരമ്പര്യം യഹൂദ സഭയിലില്ല. പറഞ്ഞു കല്യാണം കഴിയുമ്പോൾ 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. ആ ഭാഷ മനസ്സിലാകും. അപ്പോൾ മറിയാം കന്യക തന്നെയാണ് ഇപ്പോൾ. പിന്നെ കന്യാവരാവിന് വേറെ മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാഷ ഒരുപാട് സമർത്ഥിക്കാൻ നോക്കുന്നു. സഹോദരൻ്റെ മക്കളെയും ഒക്കെ സ്വന്തം സഹോദരങ്ങളായിട്ടാണ് യൂതന്മാർ കണക്കാക്കിയിരുന്നത്, പറയുന്നത്. യോസേപ്പിന് ആദ്യ ഭാര്യയിൽ 2-3 മക്കളുണ്ട്, 3-4 എത്രയിലാണ്. അവരൊക്കെ യേശുവിൻ്റെ സഹോദരന്മാരെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പറയുന്നു. അങ്ങനെയാണ് ആ രീതി, യഹൂദന്മാരുടെ രീതി അങ്ങനെയാണ്. അത് പാസ്റ്ററിന് അറിയാതെ മറച്ചു വെച്ചുകൊണ്ട് യേശുവിന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു. മറിയാം പിന്നെ പ്രസവിച്ചു. പിന്നെ ജോൺ കാൽവിനോ അല്ലെങ്കിൽ മറ്റേ മാർട്ടിൻ ലൂതർ പറഞ്ഞൊന്നും ഞങ്ങളുടെ പിതാക്കന്മാരല്ല എന്ന് പറയുമ്പോൾ തന്നെ പെന്തക്കോസ്തിൻ്റെ അടിസ്ഥാനം, പാസ്റ്ററുടെ സഭയുടെ അടിസ്ഥാനം ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പെന്തക്കോസ്ത് സഭകളൊക്കെ ഉണ്ടാക്കിയത് 1500 കൊല്ലം മുമ്പാണ്. ഈ മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും മുതലായ ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരൊന്നും ഭാഷ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. പിന്നെ ആരെ അംഗീകരിക്കുന്നതെന്ന് അറിയാനും വയ്യ. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞതൊക്കെ സജിത്ത് പറഞ്ഞു, അതൊന്നും ഭാഷ അംഗീകരിക്കുന്നില്ല. മറിയാൻ ദൈവമാതാവാണെങ്കിൽ മറിയാവർ പിന്നെ മനുഷ്യമാതാവാൻ സാധ്യമല്ലെന്ന് അവർ പറഞ്ഞതൊക്കെ സജിത്ത് ബ്രദർ പറഞ്ഞു. ഒന്ന് അംഗീകരിക്കണല്ലോ. പോട്ടെ. മത്തായി എഴുതി വെച്ചു, അവളെ ആദ്യജാതിനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അത്ര ഒരു വെളിപാട് മത്തായിക്ക് കിട്ടിയുള്ളൂ. ആ മത്തായി എഴുതി വെച്ചു. അതിനുശേഷം കുട്ടിയുണ്ടായോ, അവൾ പ്രസവിച്ചു എന്നുള്ളത് മത്തായിക്ക് അറിയാനും വയ്യ. മത്തായി എഴുതി വെച്ചിട്ടില്ല. മത്തായിക്ക് അറിയാൻ വയ്യാത്തവരും മത്തായി എഴുതുന്നതിന്. മത്തായിക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ് എഴുതി വെച്ചു. മത്തായി സുവിശേഷം എഴുതുന്ന ഏത് കൊല്ലത്തിലാണ്? ഞാനൊരു 60-65 എൻ്റെ ധാരണ അങ്ങനെയാണ്. മനുഷ്യാവതാരം നടത്തിട്ട് കൊല്ലത്തിലായി. മത്തായിക്ക് വെളിപ്പെട്ട് കിട്ടിയത് എഴുതി വെച്ചു. പിന്നെ മക്കളുണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ദൈവത്തെ വഹിച്ച ഉദരം മറ്റൊരു മനുഷ്യന് വഹിക്കാൻ ദൈവം വിട്ടുകൊടുക്കുമോ?
മറിയാം അതിന് തയ്യാറാവുക ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. അതിനൊക്കെ ഒന്ന് ചിന്തിക്കുക. മറിയാമിന് ശരിക്കും മനസ്സിലായി, ഇവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുന്ന മാലാഖ പറഞ്ഞല്ലേ, പിന്നെ മറിയാമിനെ മറിച്ച് ചിന്തിക്കണം. അപ്പോൾ അവളിൽ ഉൽപ്പാദിതമായത് മുതൽ അവൾ ദൈവമായിട്ടാണ് അവനെ കാണുന്നത്. ദൈവപുത്രൻ, വചനം ജഡമായി തീർന്നവൻ. പിന്നെ മറിയാം വേറൊരാളെ പരിഗ്രഹിച്ചു, കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മനസാക്ഷി വേണ്ട ഭാഷ. ദൈവത്തെ ഇങ്ങനെ ധിഖരിച്ച് തള്ളി പറയാമോ? ഇത്രമാത്രം ആവേശമൊക്കെ കൊള്ളേണ്ട കാര്യമുണ്ടോ? മറിയാമിന് അത്ര വലിയൊരു മഹിമ കിട്ടുന്നതിൽ നമ്മളിപ്പോൾ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു. ആസ്ട്രേ ആരാട്ട് പറഞ്ഞ് ആദ്യം പറ്റിച്ചു, മറിയാം യേശുവിൻ്റെ മാത്രമാണ് ദൈവം. അത് പിന്നെ അങ്ങോട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, സജിത്തിന് പറഞ്ഞു കൊടുത്തു. പക്ഷേ സജിത്തിന് സത്യം മനസ്സിലായപ്പോഴും സജിത്ത് അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ടായി. ഒന്ന്, എലിസബത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു പാസ് ലംഘിക്കുകയാണ്. പിന്നെ ദൈവ മനുഷ്യനാണ് മറിയാമിൻ്റെ ഉദരത്തിൽ 9 മാസം ഗർഭത്തിൽ അവൾ വഹിച്ചത്, അവനെയാണ് പ്രസവിച്ചത്. അതുകൊണ്ട് മറിയാം ദൈവമാതാവാണ്. അല്ലെങ്കിൽ ദൈവ മനുഷ്യ മാതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ദൈവ മനുഷ്യ മാതാവ് ഒരു വിരോധമില്ല. ദൈവമാതാവ് മനുഷ്യമാതാവ് തിരിച്ചു പറയാൻ ഞങ്ങൾ ഒന്നുമില്ല. ആ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സംയോജിപ്പിക്കപ്പെട്ടു. കൂടുതലുമില്ല, കുറവുമില്ല. ഞങ്ങളങ്ങനെ വിശ്വസിക്കണം. 100% ദൈവത്തോടെങ്കിൽ 100% മനുഷ്യത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ദൈവ മനുഷ്യ മാതാവെന്ന് പാസ്റ്ററിന് പറയാൻ പറ്റുള്ളി പറഞ്ഞോ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, അത് സത്യമാണ്. അത് സമ്മതിക്കണം. പിന്നെ മറിയാം ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യാവതാരം അപ്പം നടക്കൂല. മനുഷ്യ മറിയാം അങ്ങനെ പറയാനും പറ്റൂല. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ വേറെ പോയി അപ്പം തന്നെ ഒരു പെണ്ണിനെ ശുദ്ധീകരിച്ചെടുത്ത് ചെയ്യുമെന്നാണോ ഭാഷ പറയണത്? ആദ്യം മുതൽ അവളെ തിരഞ്ഞെടുത്തു ഞങ്ങൾ യാക്കോബായ സഭ അങ്ങനെ തന്നെ വിശ്വസിക്കണേ. ആദ്യം മുതൽ നിന്നെ തിരഞ്ഞെടുത്ത പിതാവിന് സ്തുതിയും ഞങ്ങൾ പ്രാർത്ഥനയിൽ അങ്ങനെ പറയണേ. മാതാവിനുള്ള പ്രാർത്ഥന. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യം ഞാനിപ്പോൾ അങ്ങനെ കിടക്കുന്നില്ല, സമയം കൊണ്ട് നിൽക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറിയാം സമ്മതിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ആകെ പൊളിയാലേ. നിസ്സാര കാര്യമാണത്. പിതാവാൻ ദൈവം മാലാഖയെ അറിഞ്ഞു വിട്ടു. പിതാവ് തന്നെ ഇറങ്ങി വരുന്ന സംഭവമാണ്. അവിടെ മറിയാം തൻ്റെ സൃഷ്ടിയായ മറിയാം പറയാണ് എനിക്ക് പറ്റൂല എന്ന്. ഇതിനുമുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, ആദാവിനെ സൃഷ്ടിച്ചപ്പോഴും ഈ പഴം തിന്നാൻ നീ മരിക്കുന്നുണ്ടല്ലോ, അവൻ തിന്നില്ലേ? 3 കൊല്ലക്കാലം യൂദായെ കൂട്ടിക്കൊണ്ട് എടുത്തിട്ട് അവൻ ഒറ്റിക്കൊടുത്തില്ലേ? ഇവിടെയും ഇവൾക്ക് വേണ്ടെന്ന് പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ തിരഞ്ഞെടുത്ത ഒരു പെണ്ണ് വേറെ ഇല്ലെന്ന്. തന്നെയല്ല അവള് ദൈവത്തിൻ്റെ കൃപ കൊടുത്ത് ശുദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ ഗർഭം ധരിക്കും പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ബലം കിട്ടിയത്. അതൊന്നും ഭാഷ ശ്രദ്ധിക്കണില്ല. പിന്നെ അവൾക്ക് നോ പറയാൻ പറ്റൂല. യേശു പറയാണ്ടും പറ്റൂല. യേശു പറയാണ്ടൊന്നും ഒരു ഗർഭം അവിടെ നടക്കൂല. അപ്പം നിസ്സാര കാര്യമല്ല. മറിയാമിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പക്ഷേ വെറുതെ ചിരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മറിയാമിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, പറയുകയും പറയാം. അവളെ തിരഞ്ഞെടുത്തൊന്നും അവൾക്ക് അറിയാനും വഴി. അതൊക്കെ പാസ് പറഞ്ഞ് വളരെ സത്യമാണ്. പക്ഷെ അവൾ ആലോചിച്ച പരിശുദ്ധാത്മാവിനെ സംഭവിക്കണേ. അപ്പോൾ ഇനി കല്ലറിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ഏറ്റു. അതങ്ങടെ നിസ്സാരമാക്കി ചിരിച്ച് തള്ളരുത്. ഈ കാര്യങ്ങളൊക്കെ പാസ്റ്റർ ചിന്തിച്ച് ഇതിനെന്തെങ്കിലും പാസ്റ്റർക്ക് എതിര് പറഞ്ഞോ, ഞാൻ എനിക്കറിയാവുന്ന മറുപടി പിന്നെ പറഞ്ഞോളാം. ജനത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാസ്റ്റർ എന്തെങ്കിലും വിശ്വസിക്കുക. ജനങ്ങൾ ഇതൊക്കെ അറിയാൻ വയ്യാത്ത ഭാഗങ്ങളാണ്. അവർ ഈ സ്തോത്രം പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാനൊന്നും എതിര് പറയുന്നത്. പക്ഷേ സത്യവിശ്വാസത്തിനെതിരായി പഠിപ്പിച്ചാൽ
നിങ്ങളുടെ ഒരു സഭയല്ല സംഘടനയാണ് നിങ്ങളെന്ന് പറയേണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങളിലില്ല. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തിരുവത്താഴൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ നിൽക്കില്ല. കർത്തൃമേശൊക്കെ പറഞ്ഞു വന്നാലേ ഒക്കെ വേദപുസ്തകത്തിനൊക്കെ എന്തുമാത്രം വിരുദ്ധമാണ്. ആ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ മാസ്റ്റർക്ക് വിശ്വസിക്കാൻ പറ്റി വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇതിന് ഞാൻ പറയുന്നത് എതിരായിട്ട് എന്തെങ്കിലും പറയാൻ സൂചിപ്പിച്ചോ ഞാൻ മറുപടി പറഞ്ഞോളാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.